ഭീമരക്ക് നിൽക്കണല്ലേ ഞാൻ ഇരിക്കത്തില്ലടാ, ഇതെന്റെ ആസനല്ല. കൈ ഇങ്ങനെയും വെക്കും. I got my visa! We know what we are! We know what we are! We know what we are! Champions of England! We know what we are! ഞാൻ തന്നെ എന്ത് പൊട്ടനാവേ. ടൂ മച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്, അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ബട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. സിഡിൻ്റെ അടിപൊളി ബിരിയാണി ഇതാ, പ്രോൺസ്. വാവ്, ഇറ്റ്സ് എ വെരി ഗുഡ് ബിരിയാണിയാ, സൂപ്പർ. ഞാൻ 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടതായിരുന്നു UK വിസ. ഞാൻ സ്വന്തമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് 2 തവണ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഫേവറേറ്റ് കസിൻ ഫർഹീൻ. ഓള് UK സെറ്റിൽഡ് തന്നെയാണ്. അത് 2 തവണ ഓള് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. പെർമനന്റ് റെസിഡൻസ് PR. അതിനുശേഷം ഞാൻ വേറൊരു ട്രാവൽ ഏജന്റ് ആയിട്ട് ചെയ്തു. പക്ഷെ ഞാൻ ട്രാവൽ ഏജന്റ് ഒന്നും പറയുന്നൊന്നുമില്ല, കുറേ തെറ്റ് ചെയ്തത് എൻ്റെ കസിൻ കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊടുത്ത്. അവരാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് VFSൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് VFSലേക്ക് പോകാം, അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാം. അവിടെ ഡയറക്റ്റ് മറിച്ചാൽ ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. ഇവർ ഓൺലൈനിൽ പോലും സബ്മിറ്റ് ചെയ്യാണ്ട് ഞാൻ ഫുള്ള് ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ട്രാവൽ ഏജൻറ്റിനെ ഏൽപ്പിക്കുന്ന എന്തിനാണ്? നമ്മുടെ പണികൾ കുറക്കാനാണ്. പക്ഷെ അവർ പണി കൂട്ടി തന്നിട്ടേ ഉള്ളൂ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അവരായിട്ട് ഒരു പണി ഞാൻ ചെയ്യില്ല. പക്ഷേ എനിക്ക് വേറൊരു ഇപ്പം നല്ലൊരു വിസ സർവീസ് ടീം ITL വേൾഡ് എന്ന് പറഞ്ഞ അടിപൊളി സർവീസ്. ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൺലൈനിൽ ഓൾറെഡി അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു. ഒരു വിളിയില്ല, മെയിലില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് എടുത്ത്, കഴിഞ്ഞ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എടുത്ത് എല്ലാം ഒരു അപ്ലൈ ചെയ്ത് ഇന്നലെ ഉണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് രാവിലെ 8:30 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് അപ്പോയിൻമെൻറ്റ് ഏതാ ചൂസ് ചെയ്യേണ്ടത് എന്നെ ഇന്നലെ വിളിച്ചു. അന്നേ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് തീരെ ഒരു ഇതില്ല. നോക്കുമ്പോൾ ദിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ലെസ്. ചിലപ്പോൾ അതൊരു ആൻസൈറ്റിയാണ്. പക്ഷേ എനിക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, ബട്ട് സ്റ്റിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു. ജസ്റ്റ് ഞാൻ പോയി ഇപ്പോൾ ബയോമെട്രിക് മാത്രം കൊടുക്കാൻ വന്നു. അപ്പം താങ്ക് യു ടീം ITL വേൾഡ്. ഭയങ്കര ക്വിക്കായിരുന്നു കേട്ടോ റെസ്പോൺസ്. പക്ഷേ എനിക്ക് 10-15ഓളം ട്രാവൽ കമ്പനീസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ആ സ്റ്റോറി ഇട്ടതിന് ശേഷം. പക്ഷേ ഞാൻ ഓൾറെഡി അവർക്ക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ഇതെല്ലാം ചെയ്ത്. പക്ഷേ ITL വേൾഡ് ഇസ് എ വെരി ഹ്യൂജ് കമ്പനി. ഇറ്റ്സ് നോട്ട് എ വെരി സ്മോൾ കമ്പനി, വെരി ഹ്യൂജ് കമ്പനി. അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ റേറ്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ബട്ട് ഇല്ല കേട്ടോ, വെരി ഡീസൻറ്റ് റേറ്റ്സ് ആണ്. നമ്മൾ വിചാരിക്കും അവർ ഇത്രയും വലിയ കമ്പനി ആയതുകൊണ്ട് ഭയങ്കര ചാർജ് ആയി. ബിക്കോസ് ഇതിൻ്റെ മുന്നത്തെ കമ്പനി എൻ്റെ പൈസ എത്ര ചാർജ് ചെയ്തെന്നറിയോ? 750 or 800 dirhams എന്തോ ചാർജ് ചെയ്തേ ഒരു വിസയുടെ ചാർജ്. ഇവർ അതിൻ്റെ നേരെ പകുതി പൈസ ഉള്ളൂ. അടിപൊളി. ഓക്കെ, പക്ഷെ കാര്യത്തിലേക്ക് എടുക്കാം. റാണിയുടെ ഡയലോഗ്. ഓക്കെ, ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം UK പോയി. ആൻഡ് 2 പ്രാവശ്യം പോയാലും ഞാൻ 2 മാസം നിന്ന്. ഇനി ഞാൻ ഇതിലും കൂടുതൽ ഞാൻ എത്രയാ UK കാണണ്ടേ? എത്ര വേറെ രാജ്യങ്ങളുണ്ട് എനിക്ക് പോവാൻ. കുറേ രാജ്യങ്ങളുണ്ട് ഞാൻ പോവാത്ത. അപ്പം ഞാൻ പറഞ്ഞു ഇനി ബാക്കിയുള്ള രാജ്യം കാണാൻ വേണ്ടിയിട്ട് I will save money for that. Because UK is an expensive place as well. So it's not like you can simply go and stay for like 10 days and come back. I really miss the banter that I have with ഗുല്ലുവിനെയാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഗുല്ലുവിനെ ഇൻഷാല്ല നമ്മൾ ഇപ്രാവശ്യം ഓഗസ്റ്റിൽ നാട്ടിൽ നിന്ന് കാണും. ഇൻഷാല്ല ഇഫ് എവറിത്തിങ് ഗോസ് വെൽ. അതുകൊണ്ട് ഗുല്ലുവിന് ഓഗസ്റ്റിൽ നാട്ടിൽ നിന്ന് കാണാമല്ലോ. അപ്പം പിന്നെ UK പോകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ UK വരുന്നില്ല. പക്ഷെ ഈ ചങ്ങ എൻ്റെ അല്ലോ എന്ത് പുയ്പിന്റെ കൊട്ടാന്നെല്ലാം പറയില്ല. പുയ്പിന്റെ കൊട്ട അതിനെ കുറിച്ചുള്ള പുയ്പെല്ലാം അടിച്ച് ഉള്ള പുയ്പെല്ലാം പറഞ്ഞ് ഉള്ള നെഗറ്റീവ് മൊത്തം പറഞ്ഞ് രാവിലെ തുടങ്ങി നിന്ന് നെഗറ്റീവ് അടിക്കാൻ. ഇതിലാണോ അതിലാണോ കണ്ട ഒരു മണ്ണാങ്കട്ടി അറിയില്ല. എന്നാ പിന്നെ വിചാരോ അതോ ആരാണ് നെഗറ്റീവ് പറഞ്ഞത് നിങ്ങൾ തീരുമാനിക്കുക, കമൻറ്റ് ചെയ്യുക. ആരാണ് ഇത്രയും നേരമായിട്ട് വളരെ നെഗറ്റീവ് ടേംസ് ഉപയോഗിച്ചിട്ട് ഒരാളെ
ഇത് ചെയ്തത്. കമോൺ മാൻ, വെറും 5 മിനിറ്റിൽ 5 മിനിറ്റ്സ് എവറിത്തിങ് നോട്ട് ഓവർ. ഇപ്പോൾ എനിക്ക് ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാഞ്ഞത് എന്നുവെച്ചാൽ 5 മിനിറ്റിൽ എൻ്റെ കംപ്ലീറ്റ് ബയോമെട്രിക് എല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ മുന്നേ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും 1 മണിക്കൂർ എംബസി പോകും. താങ്ക് ഗോഡ്. നമ്മുടെ വാഫി മോളുടെ അകത്താണ് ഞാനുള്ളത്. ഇവിടെയാണ് VFSൻ്റെ എല്ലാ യൂറോപ്യൻ വിസാസും UK US പിന്നെ ഡയറക്റ്റ് US-ൻ്റെ കോൺസുലേറ്റ് തന്നെ പോകണം. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സോ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് 8:30 ആണ് എൻ്റെ അപ്പോയിൻമെൻറ്റ്. എക്സാക്റ്റ് 8:30 ഞാൻ കയറി. 8:35 ഞാൻ പുറത്തിറങ്ങി. ഇമാജിൻ 8:35 ഞാൻ പുറത്ത്, 8:30 ഞാൻ 8:29 എന്തോ ഞാൻ ഉള്ളിൽ കയറി. എക്സാക്റ്റ് ഒരു 6 മിനിറ്റ്സ് എടുത്തുള്ളൂ. സോ ഡോക്യുമെൻറ്റ്സ് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ ത്രൂ ആണ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ സ്പിന്നീസ് അവിടെയാണോ എന്താ, ഓള് സ്പിന്നീസ് ഉണ്ട് ഇവിടെ. ഓളെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ ഓൾറെഡി എല്ലാ മീൽസും അവിടെ കിട്ടുന്ന അടിപൊളിയാണ്. എന്തായാലും ഓളെ റിയാക്ഷൻ നോക്കേ, ഇത്ര പെട്ടെന്ന് വന്നതിന്. ഓക്കെ, സമയം നോക്കിക്കോ. 8:30 കയറി 8:40 ഞാൻ എത്തി. തുറക്കാൻ കാത്തുന്നില്ല, എന്റെ സാലഡ് വരെ തന്നിട്ടില്ല. That's spinnies for you guys. ഞാൻ ഒന്ന് I got my visa. VFSലേക്ക് പോയിട്ട് കാണിക്കാനുള്ള ഇതൊന്നും ഇപ്രാവശ്യം ഇല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വെച്ച് കുളിച്ച് ഒരുങ്ങിയിട്ട് പറയാം, പക്ഷെ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, അത് പോവും. ഇതന്നെ ആർസണലിന്റെ പരേഡ് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചതാണ്. അനക്കെൻ്റെ വിസ. താങ്ക് യു ITL World, താങ്ക് യു സോ മച്ച്. ഞാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്തായാലും പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് കിട്ടൂ. ഭയങ്കര ഫാസ്റ്റ് സർവീസ്. താങ്ക് യു ITL. I'll never forget you guys. എൻ്റെ എല്ലാ വിസ നിങ്ങളുടെ അടുത്ത് ഞാൻ എടുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, വിസ ഫോർമാലിറ്റീസ് എല്ലാം മാറിയിരിക്കുകയാണ്. എല്ലാം ഓൺലൈനിൽ മാത്രമേ വരൂ. നമ്മൾ പാസ്പോർട്ട് വെക്കേണ്ട ആവശ്യമില്ല, സ്റ്റാമ്പ് ഇല്ല, ഒന്നുമില്ല. ഓൺലൈനിൽ വന്ന് നമ്മളെ പാസ്പോർട്ട് ലിങ്ക് ചെയ്ത് അതെല്ലാം ITL World എന്നെ ഓൺ ദ സ്പോട്ട് എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് അയച്ച് ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ വിസ കണ്ടു. ഞാൻ എൻ്റെ ഓക്കു ഷെയർ ചെയ്തു എല്ലാം. പക്ഷേ ടിക്കറ്റ് ഭയങ്കര പ്രൈസ് അങ്ങോട്ടേക്ക് പോയി വരാൻ 5000 ദിർഹംസിന് 4500 ദിർഹംസിലും വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ മാൻ, ഐ നീഡ് സം ഗുഡ് ടിക്കറ്റ്. ഗൈസ്, ഞാൻ പോയിട്ട് വരാം. ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചാ. താങ്ക് യു ഫോർ ഓൾ ദ മോട്ടിവേഷൻ. ഓക്കെടാ, നിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്തോളാം. ഇതവൻ മാസാക്കിയ ഞാൻ ബെസ്റ്റ് എഡിറ്റർ അവാർഡൊക്കെ കൊടുക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിന്റെ ലൈസൻസ് എന്തായി? നീ ഇതേ സ്ഥലത്ത് 7 മണിക്ക് എന്തോ കാട്ടിത്തരുന്ന് പറഞ്ഞ എന്തായി? ഇത് എഡിറ്റർ പറയടാ. മാറായിക്കോട്ടെ, ഇതിന്റെ വീഡിയോ നീ എടുത്തു വെച്ചോടാ, ചിലപ്പോ എനിക്കൊരു സാക്ഷ്യം വരും. ബാക്കി ലണ്ടനിൽ നിന്ന് എന്താ പറയടാ. കാത്തിരിപ്പാടാ, എനിക്കിപ്പൊ 42 ഇങ്ങോട്ട് വെക്കടാ. പോയിട്ട് കണ്ടിട്ടോ, ഞാൻ ഇരിക്കത്തില്ലടാ, ഇതെന്റെ ആർസനലാ. കൈ ഇങ്ങനെയും വെക്കും. അല്ല പരേടാ, പരേഡിന് വേണ്ടി വന്നേടാ എന്റെ സ്വന്തം നാട്ടിൽ നിന്ന്. ഒറ്റയ്ക്ക് ഒരു തുള്ളിയൊക്കെ വീഴും.
റാണിയൊക്കെ എന്റെ വാപ്പയും കൊടുത്ത വാക്കാണ്. അങ്ങയുടെ വാപ്പ കാണുന്നുണ്ടത്. എന്താ ചെയ്യാ? പാഡി റാണി ഇത് നോക്കി നാളെ സംഭവിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ഹബീബ് ബേക്കറിന്ന് കുറച്ച് നല്ല അടിപൊളി സാധനങ്ങൾ ഞാൻ ബക്ലാവ് കഴിച്ചു നോക്കി. എന്താ രസമോ. അതേപോലെ അവരുടെ ബ്രിട്ടിൽ, ആൽമണ്ട് ബ്രിട്ടിൽ, പിന്നെ എന്താ ഈ ബിസ്ക്കറ്റ് പിസ്ത വിത്ത് ചോക്ലേറ്റ്, സൂപ്പർ സാധനങ്ങൾ. നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ബ്രിട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൽമണ്ട് ബ്രിട്ടിൽ സൂപ്പർ. ഇങ്ങനത്തുള്ള സാധനങ്ങൾ വിചാരിക്കുന്ന പോലെ ചോക്ലേറ്റ്സ് എല്ലാം അവിടെ ഇഷ്ടം പോലെ കിട്ടും. അതും ഇവിടുത്തേക്കാൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ലണ്ടനിൽ ഇഷ്ടം പോലെ കിട്ടും, ഒരു സംശയമില്ല. 30 pence 60 pence എന്ന് വെച്ചാൽ വളരെ ഇവിടുത്തേക്കാളും ലാഭത്തിൽ അവിടെ കിട്ടും. പക്ഷേ ചില സാധനങ്ങളുണ്ട് ഒന്നും കിട്ടും. ഞാൻ ക്രീം ബന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഹബീബ് ബേക്കറിലെ ക്രീം ബന്ന് പക്ഷേ കൊണ്ടുപോകാൻ പറ്റില്ല, അത് ക്രീം പഫാണ്. പക്ഷേ ഇപ്പം എല്ലാവരും അവിടെ ഷുഗർ കട്ടാവുണ്ട്, അതില്ല. എന്നിട്ടെല്ലാം ഷുഗറിൻ്റെ സാധനങ്ങളാണ് മേടിച്ചതെന്ന് പറയും അല്ലെങ്കിൽ ഓ ഞാൻ തന്നെ എന്ത് പൊട്ടനാവേ. ചീസ് ബോൾസ് നോസ്റ്റാൽജിയ. ഒമാൻ ചിപ്സ് കിട്ടുന്നില്ല, ഒമാൻ ചിപ്സ് കിട്ടുന്നില്ല. എത്ര മൂന്നാമത്തെ സൂപ്പർമാർക്കറ്റ് പോയി കിട്ടും, എന്താണെന്നറിയില്ല, ഷോർട്ടേജാ. എനിവേസ് പാക്ക് ചെയ്യട്ടെ. ഫ്ലൈറ്റ് ഇപ്പോൾ പോവും, ഫ്ലൈറ്റ് ഇപ്പോൾ പോയി പോവും. ഞാൻ പോയി പാക്ക് ചെയ്തിട്ട് പോട്ടെ. ഓ ഓ എൻ്റെ ഉമ്മ ഇറങ്ങട്ടെ. സമയമായി എയർപോർട്ടിലെത്തണ്ടേ. ടൂ മച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. ബിക്കോസ് ഈ പരേഡിൽ ഓൾമോസ്റ്റ് 1 to 1.5 million ആൾക്കാരാണ് പങ്കെടുക്കാൻ പോകുന്നത്. സോ അത്രയും ഓവർ ക്രൗഡഡ് ആയിരിക്കും. മിക്കവാറും ഭയങ്കര ക്രൗഡ് കൺട്രോൾ ഉണ്ടാവും. എക്സിറ്റ്സ് ഒക്കെ ഭയങ്കര നേരത്തെ അടച്ചളയും. 4 മണി തൊട്ട് റോഡൊക്കെ ബ്ലോക്കാണ്, 4 AM. ബട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. ഇൻഷാ അല്ലാ. എമിറേറ്റ്സിൻ്റെ സെൽഫ് ചെക്ക് ഇൻ ബാഗേജസും ഉണ്ട്. അവിടെയാണ് കൗണ്ടർ. ഞാൻ ഇപ്പോൾ ചെയ്തു. സെൽഫ് ബാഗേജ് ചെക്ക് ഇൻ കൗണ്ടേഴ്സൊക്കെ ഇവിടെ ഓൾറെഡി നമുക്ക് കിയോസ്കുകളുണ്ട്. നമ്മൾ നേരെ ക്യൂവിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാസ്പോർട്ട് കാണിക്കുക, പാസ്പോർട്ട് കാണിച്ച പാട് സ്കാൻ ചെയ്ത പാട് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ കിയോസ്ക് റിട്രീവ് ചെയ്യും. അതിനുശേഷം ബാഗേജ് പ്ലേസ് ചെയ്യുക, പോവുക. ദുബായ് ഒരു ഹബ്ബ് തന്നെയാണ് കേട്ടോ. 22 വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് കപ്പ്. നമുക്കിപ്പോൾ പ്രസൻറ്റിൽ ജീവിച്ചാൽ പോരെ. കുറേ ഫാൻസ് വന്നിട്ട് പറയും ജീവിതത്തിൽ ആദ്യമായിട്ട് അടിച്ച കപ്പിന് വേണ്ടി ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നൊക്കെ. ഗൈസ് 22 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് അടിക്കുന്നത്. ആ ഫീല് വേറെ തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. പിന്നെ അത്രയും ഒരു ആർഡൻ ഫാനും കൂടിയാണ് നമ്മളെല്ലാവരും. സോ പല പല കാര്യങ്ങളും നമ്മൾ ഓക്കെ. തിരക്ക് കുറവാണ് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് പൊങ്ങുന്നത് വരെ ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ നടക്കുന്നതല്ലേ. ഇൻഷാ അല്ലാ സോളോ ട്രിപ്പാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സോളോ ട്രിപ്പ് പോകുന്നത്. ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർസണൽ ഫുട്ബോൾ ക്ലബ്ബ് ഓൾറെഡി ഇല്ലിങ്ടൺ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് എന്താ പറയുക, സിറ്റി സ്റ്റേറ്റ് വോട്ടെവർ, അവർക്കൊരു ലെറ്റർ ഓൾറെഡി പാസ്സായി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അഥവാ ആർസണൽ കപ്പടിച്ചാൽ ഇങ്ങനെ വലിയൊരു പരേഡ് ഉണ്ടാവും, ടൺ കണക്കിന് ഫാൻസ് വരും. അപ്പം നിങ്ങളിത് നമ്മളെപ്പോലെ തന്നെ വേറൊരാളും കൂടെ പരേഡിന് പോകുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, വേറെ ആർസണൽ ഫാനും ഉണ്ട്. ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനിയും കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ മെനു നോക്കിയേ,
ചിക്കൻ കപ്സ് ഉണ്ട്, ബീഫ് സ്ട്രാഗ്നോഫ് ഉണ്ട്, പിസ്താഷ്യൂ കേക്ക്. ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ടീ, സ്കോൺ, ബനോഫെ പൈ, ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു. ഇതിലത് സ്പെഷ്യലായിട്ട് ചിക്കൻ കബ്സയാണ്. ലാൻഡഡ് ഗൈസ് ഇൻ ലണ്ടൻ. ഇതാണ് ഒറ്റ വ്യത്യാസം. മറ്റേ ദുബൈയിലാണെങ്കിൽ ഇതെല്ലാം കുറ്റപോലത്തെ എമിഗ്രേഷൻ സെറ്റപ്പ് ഉണ്ടാവും. ഇത്രയും തിരക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഗൈസ്, we have a fan from Kenya for the parade. Nigeria, sorry. What's your name? C. Call me C. C. Yeah, come on, you Gunners, baby. Come on, you Gunners. Come on, young Gunners. മൂപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾ അറൗണ്ട് ദ വേൾഡ് ആണ് ആർസണൽ ഫാൻസ് വരുന്നത്. ലൈക്ക് ഏഷ്യൻസ്, ചൈനീസ്, കൊറിയൻസ്, ആഫ്രിക്കൻസ്, Dubai. Yeah, I'm here. I'm representing Dubai. Everybody, man. Everybody's here. Come on, you Gunners, man. We ain't playing. ഉഫ്, എമിഗ്രേഷൻ എത്തിയപ്പോൾ 1 minute എടുത്തുള്ളൂ. ജസ്റ്റ് എന്തിനാണ് എത്തിയത്? ഞാൻ പറഞ്ഞ ആർസണൽ പരേഡ്. അവരെ റിയാക്ഷൻ തന്നെ അതായിരുന്നു. അപ്പോൾ അത്രയും ആർസണൽ ഫാൻസ് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ് മാൻ, ഇമാജിൻ. ഞാൻ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് ഞാൻ വന്ന ഫ്ലൈറ്റിലുണ്ടെങ്കിൽ എന്തായിരിക്കും ആർസണലിൻ്റെ പരേഡ്. ലഗേജ് എടുക്കട്ടെ. നേരെ ട്രെയിനിലേക്ക് പോവാണ്. സോറി, ലഗേജ് എല്ലാം കിട്ടി. നേരെ വിടുക. Please pull straight carefully. Please find a seat and make yourself comfortable. It's going to be a very good piece of tape all the way through London. This video is dedicated to all Malayali Arsenal fans. ഇവിടെ എത്തിപ്പെടാത്ത ലൈക്ക് പരേഡിന് എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. എനിക്ക് ഉറപ്പില്ലായിരുന്നു, പക്ഷെ ഞാൻ എത്തിപ്പെട്ടു. സോ ഐ ഡെഡിക്കേറ്റഡ് ടു all the Arsenal fans who have been waiting for this. Guys, I cannot say anything. I know Arsenal fans relate ചെയ്യാൻ പറ്റും. Guys, this is for you. That's all. ഇത് സമയം എത്രയാണെന്നറിയോ? ഇത് വിചാരിക്കും നട്ട് ഉച്ചക്ക നല്ല ചൂടുണ്ട്. സമയം 7 മണിയാനായി. ഇതാ വൈകിട്ട്. വെറുതെ പറയുന്നതല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. വൈകിട്ട് 7 മണി അവസ്ഥയത് ലണ്ടനിൽ. ഭയങ്കര ചൂട്, വണ്ടാരം വീർത്ത്. അതുകൊണ്ട് ആർസണൽ ഫാൻസ് ഫ്രം കേരള എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ട്. ജോക്സ് അപ്പാർട്ട്, it's the feel guys, it's the feel. I'm getting there. Just few more hours ഞാൻ അവിടെ ഉണ്ടാവും. ഇതാണ് കറി ഫ്ലേവർ. ഉള്ളിൽ നോക്കിയാൽ പൊട്ടേറ്റോ എല്ലാം ഉണ്ട്. കറി പഫ്. ഇതാണ് സിദ്ധാർത്ഥ്, പൂജയുടെ ഹസ്ബൻഡ്. ആൻഡ് ഈസ് മേക്കിംഗ് സം പ്രോൺസ് ബിരിയാണി. അടിപൊളി. സോറി, ഈസ് ബിസി. എല്ലാം പൊരിച്ച ചോടി. പൂജ, ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ എത്രയാ? Depends on how many bedrooms. Okay, now this is 2 bedroom which you have. 9 Elms, right? So you bought this when? 4 years ago. 4 വർഷം മുന്നേ. And now it is like, it's like not freehold, no, lease for 999 years. അങ്ങനല്ലേ? അങ്ങനെ ഒരു
999 വർഷം ആണ് ഇവരെടുത്ത് ഈ പ്രോപ്പർട്ടി ഉണ്ടാവാൻ. അപ്പോൾ ആരും ഉണ്ടാവില്ല, ജനറേഷനൊന്നും ബാക്കി ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഗുഡ്. സോ ഹൗ മച്ച് ഡിഡ് യു സ്പെൻഡ് ദാറ്റ് ടൈം ബാക്ക് ദെൻ? നൗ ഐ തിങ്ക് ഇറ്റ്സ് മോർ. It was around 750, 800K. 800 means 4 million. Yeah, dirhams. Really? Obviously. 700K pounds, right? 4.9 is the present market price. Oh my god, you spend around that much. സിഡിൻ്റെ അടിപൊളി ബിരിയാണി. ഇതാ പ്രോൺസ്, നല്ല പപ്പടവും ലേശത്തൈരും. അറിയാലോ, ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ മെല്ലെ കുഴക്കുക. ഇതാ കുഴക്കുക. ബിസ്മില്ലാ. Wow, it's a very good biryani, huh? Superb. Lovely biryani. Yeah, I will. But the biryani itself has very good flavor. Nice. So there you go. Arsenal, Budapest, final. Match കഴിഞ്ഞ് നേരെ പരേഡിനേക്ക് പോകും. ഓക്കെ, മാച്ച് കാണട്ടെ. Come on, young gunners. Match was this thing, but the queue was already wrapping around the road and everything. First kiss. Come back quick. Look. Shoot. Want that? Just shoot. How much am I? Oh man. ഗൈസ്, പെനാൽറ്റിയിൽ കളി തോറ്റു. ബട്ട് നോ വറീസ്. ഇൻ ഫോർ ദ പരേഡ്. പരേഡിൽ എല്ലാവരെയും കാണാം. സമയം ഇപ്പോൾ ഏകദേശം 10 മണി. പക്ഷേ 10 മണിയല്ല, 8:30 മണി. സോ ഒരു 9:30-10 മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. 2 മണിക്കാണ് പരേഡ് തുടങ്ങുന്നത്. ബട്ട് അറിയാലോ, 1 to 1.5 മില്യൺ ആൾക്കാർ പങ്കെടുക്കുന്നത്. ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാവും. മെട്രോ എല്ലാം തിരക്കുണ്ടാവും. ഐ ആം ഓൾറെഡി റെഡി. എൻ്റെ ബാഗ് അസ്നാൾ. എൻ്റെ ക്യാമറ റെഡിയാണ്. പെർഫ്യൂം, ഷെയ്ഡ്സ്, എവറിങ് ഇസ് റെഡി. സോ ലെറ്റ്സ് ലീവ്. സോ ഗൈസ്, പരേഡിനേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ദിവസം. നൗ ഇറ്റ്സ് ടൈം 11:40. 2 മണിക്കാണ് പരേഡ്. പിന്നെ ഫാൻസൊക്കെ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇഷ്ടംപോലെ ആർസണൽ ജേഴ്സീസ് കാണാം. ദാറ്റ്സ് ദ ന്യൂ ട്രെൻഡ് നൗ. ലണ്ടൻ ഇസ് റെഡ്. Yay! All excited. Yes. Yeah, we all see you there. Let's enjoy. London is red. Yes. Take care. Bless you. വോക്സ് ഹോൾ സ്റ്റേഷൻ വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐലിങ്ടൺ ആ റീജിയൻ 5 മൈൽ റേഡിയസിലാണ് ഇത് ഫുള്ള് നടക്കുന്നത്. സോ ആ ഒരു ഏരിയയിൽ നമ്മളൊരു പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. എൻട്രീസ് എല്ലാം അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഒള്ളി എക്സിറ്റ് മാത്രം ആക്കാൻ പോവാണ്. സോ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല. 40 hours together, then we'll go. Mega. Yo. Complete packed ആണ്. ട്യൂബൽ റെഡ്. നമ്മളിപ്പോൾ ട്രെയിനിൽ സ്റ്റക്കായി കിടന്നിട്ട് 10 മിനിറ്റായി.
ശരിക്കും അവർക്കൊന്നും ട്യൂബിൽ കയറാൻ സ്ഥലമില്ല. ഇതാണ് ട്യൂബ് സ്റ്റക്കായി കിടക്കുകയും ചെയ്തതിന് പണ്ടാരം പറഞ്ഞ പോലെ സ്ഥലവുമില്ല, തുറക്കുകയും ചെയ്ത്. യാ മോനെ എന്ത് ജന, ഇതിൻ്റെ അകത്തും ഫുള്ള് ജന. പൊട്ട് 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 പൊട്ട്. അല്ലോ ഇതാണ് അവസ്ഥ. ഈ ട്രെയിനിൽ ക്രൗഡില്ല എന്ന് വെച്ചാൽ ഫിൻസ്ബറിയിൽ സ്റ്റോപ്പില്ല. ഇപ്പോൾ ഇന്നത്തെ മെട്രോയിലോ ട്യൂബിൽ 2 ഐലൻഡിൻ്റെ മെയിൻ സ്ഥലത്ത് സ്റ്റോപ്പില്ല. അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കയറിയിട്ട് വേറെ ട്രെയിൻ അപ്പുറത്ത് പോകുമ്പോൾ ഫിൻസ്ബറിൽ സ്റ്റോപ്പുണ്ട്. യാ മോനെ നമ്മൾ ഇതാണ് സ്റ്റേഷൻ്റെ അവസ്ഥ. ഓ മൈ ഗോഡ്. Campione, campione, ole, ole, ole. Campione, campione, ole, ole, ole. Come sta campione, campione, ole, ole, ole. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വൈബ് കാണുന്നില്ലേ? ലിറ്ററലി ഇൻസെയിൻ മാൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പരേഡിന് അവിടെ എത്തിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ആ വൈബൊക്കെ. താങ്ക് യു ITL വേൾഡ്, കറക്റ്റ് സമയത്ത് വിസ എടുത്തു തന്നതിലും എൻ്റെ തീരുമാനം ഈ പരേഡിന് വരാൻ. ചുവപ്പാണ് ചുവപ്പാണ്, ലണ്ടൻ മണ്ണ് ചുവപ്പാണ്. കറക്റ്റ് നിങ്ങൾക്ക് ഫുള്ള് ചുവപ്പ് കാണാം. ചുവപ്പാണ് ചുവപ്പാണ് മൊത്തത്തിൽ എവ്രിവെയർ അറൗണ്ട്. ഏത് ഭാഗവും നമ്മൾ കയറിയ ട്യൂബിൽ നിന്ന് തൊട്ട് നിങ്ങൾ കാണാൻ തുടങ്ങിയതാണ്. ഇറ്റ്സ് ഓൾ റെഡ് എവ്രിവെയർ.
ഇതൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇടക്കിടക്ക് കപ്പടിക്കണേ മനസ്സിലല്ലേ, നിനക്ക് ഇടക്കിടക്ക് വരണം. സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നു. ആടോ നോക്കിയേ, മൈ ഗോഡ്. Those are the scenes all happening here in London. ഒന്നര മണി. One of the ways. ഇവിടെ ഇനിയും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തും. പക്ഷെ ഇപ്പോഴേ ഉള്ള തിരക്കാണ്. ഫാമിലീസും കുട്ടികളും എല്ലാവരും ഫീൽ. സമയം 2:30 മണി, 2:51. നമ്മളിപ്പോൾ 2 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ് ആവേശത്തോടെ. ഓൺലൈനിൽ നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര ജാമാണ്.